ഓം നമോ ഭഗവതേ വാസുദേവായ. പ്രിയ സജ്ജനങ്ങളെ, എല്ലാവർക്കും നമസ്കാരം. സത്സംഗവേദിയിൽ നമ്മൾ ശ്രീമദ് ഭഗവത്ഗീതയിലെ 16-ാം അധ്യായമായ ദൈവാസുര സമ്പദ് വിഭാഗ യോഗത്തിലെ 6 ശ്ലോകങ്ങളാണ് പൂർത്തിയാക്കിയത്. ഇന്ന് നമുക്ക് 7-ാമത്തെ ശ്ലോകം നോക്കാം. പ്രവൃത്തിം ച നിവൃത്തിം ച ജനാന വിദുരാസുരാ ന ശൗചം നാപി ചാചാരോ ന സത്യം തേഷു വിദ്യതേ. ആസുരാ ജന, ആസുര സ്വഭാവികളായ ജനങ്ങൾ. പ്രവൃത്തിം ച നിവൃത്തിം ച, ചെയ്യേണ്ടതെന്ന് എന്ത്, ചെയ്യരുതാത്തതെന്ത് എന്ന് ന വിദൂർ, അറിയുന്നില്ല. തേഷു, അവരുടെ ഇടയിൽ ശൗചം ന വിദ്യതേ, ശുചിത്വം മനഃശുദ്ധി കാണപ്പെടുന്നില്ല. ആചാരഃ അപി ന, സദാചാരവും ഇല്ല. സത്യം ച ന, സത്യവും ഇല്ല. ആസുര സ്വഭാവികൾ ആയിട്ടുള്ള ജനങ്ങൾ ചെയ്യേണ്ടതെന്ത് ചെയ്യരുതാത്തതെന്ത് എന്ന് അറിയുന്നില്ല. അവരുടെ ഇടയിൽ ശുചിത്വം മനഃശുദ്ധി ഇവ കാണപ്പെടുന്നില്ല. സദാചാരവും ഇല്ല, സത്യവും ഇല്ല. ആസുര സ്വഭാവികളുടെ പ്രത്യേകതകളാണ് പറയുന്നത്. ആസുര സ്വഭാവമുള്ള മനുഷ്യർക്ക് ചെയ്യേണ്ടതെന്തെന്നോ ചെയ്യരുതാത്തതെന്തെന്നോ അറിവില്ല, അഥവാ വേർതിരിവില്ല. വിശുദ്ധിയോ സദാചാരബോധമോ സത്യസന്ധതയോ അവർക്കില്ല. വിശുദ്ധി എന്ന് പറയുമ്പോൾ മനഃശുദ്ധി. പാപികളും അജ്ഞാനികളും ആണ് കൂട്ടർ. സമൂഹത്തിൻ്റെ നിലനിൽപ്പിനും സുഗമമായ പുരോഗതിക്കും ആവശ്യമായ ചില ധർമ്മശാസ്ത്ര നിബന്ധനകൾ ഏത് സമൂഹത്തിലും ഉണ്ടാകും. ആസുരപ്രകൃതിയുള്ളവർ ഈ നിബന്ധനകളൊന്നും പാലിക്കുവാൻ സന്നദ്ധരാവില്ല. അവർ സ്വന്തം ഇഷ്ടത്തിനനുസരിച്ച് ജീവിക്കുന്നു. ഈ നിയമങ്ങളെല്ലാം തൃണവൽഗണിച്ച് ജീവിക്കുന്നു. നീതിബോധമോ സാമൂഹ്യ പ്രതിബദ്ധതയോ സദാചാരബോധമോ സത്യസന്ധതയോ ഒന്നും ഈ കൂട്ടർക്ക് പ്രശ്നമല്ല. മനഃശുദ്ധി പോയിട്ട് ശരീരശുദ്ധി പോലും വേണ്ടത്ര പാലിക്കുവാൻ ഈ കൂട്ടർ ശ്രദ്ധിക്കാറില്ല. ഇതാണ് ആസുരീക സ്വഭാവത്തോടെ ജീവിക്കുന്നവരുടെ ആ പ്രത്യേകതകൾ എന്നാണ് ഭഗവാൻ ഈ ശ്ലോകത്തിലൂടെ പറയുന്നത്. അടുത്ത ശ്ലോകം നമുക്ക് അടുത്ത ദിവസം നോക്കാം. എല്ലാവർക്കും നന്ദി, നമസ്കാരം. ഓം നമോ ഭഗവതേ വാസുദേവായ.